രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഒരു നിമിഷം നടന്നത് എന്താണെന്ന് മനസ്സിലാവാതെ വംശിയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയപ്പോൾ അവനിൽ നിന്നും അകന്നു മാറി കഴുത്തിൽ നിന്നും കൈ അയച്ച് പെണ്ണ് അവന്റെ കീഴിൽ നിന്നും അടർന്നു മാറാനുള്ള വെപ്രാളത്തോടെ അവനെ സൈഡിലേക്ക് തള്ളി മാറ്റി കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. പക്ഷെ അവൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കും മുന്നേ തന്നെ പെണ്ണിന്റെ കൈവിരലിൽ അവന്റെ പിടി വീണു. ഒപ്പം അവന്റെ ആഞ്ഞൊരു വലി കൂടിയായതും അവൾ കൃത്യം അവന്റെ നെഞ്ചിലേക്ക് തന്നെയാണ് വന്നു വീണത്. നിമിഷം കൊണ്ട് കഴിഞ്ഞ എന്താണെന്ന് ഇത്തവണ മനസ്സിലാവാതിരുന്നത് അവൾക്കാണ്. നീ എന്താടി ഇപ്പൊ ചെയ്തേ? തന്റെ നെഞ്ചിൽ നിന്നും മാറാനുള്ള വെപ്രാളത്തോടെ കൈകുത്തി എഴുന്നേൽക്കാൻ പോയവളെ അതേ കൈത്തണ്ടയിൽ പിടിച്ച് അവനിലേക്ക് തന്നെ അമർത്തി വംശി. ഇതേ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സിദ്ധിയും. പെട്ടെന്നുള്ള ചിന്തയിൽ അങ്ങനെ കയറി ചെയ്തു പോയതാണ്. പക്ഷെ അതിങ്ങനെ കണ്ണിൽ നോക്കി അവൻ ചോദിച്ചാൽ തിരിച്ചു പറയാൻ മറുപടിയൊന്നുമില്ല. പക്ഷെ അതിന്റെ ആ ഒരു വെപ്രാളം അവളുടെ മുഖം മുടി തുടങ്ങിയതും പെണ്ണ് കണ്ണുകൾ ഇറുക്കി അടച്ചു. പറയടി, നിന്നോടാരാ എന്നെ കയറി കിസ് ചെയ്യാൻ പറഞ്ഞത്? കവിളിൽ കുത്തിപ്പിടിച്ച് ചുണ്ടോട് ചുണ്ട് തൊട്ടു തൊട്ടില്ല എന്ന പോലെ അത്രയും മൃദുവായി കേട്ടു അവന്റെ ശബ്ദം. പെണ്ണിന്റെ ശരീരമാകെ ഒരു തരിപ്പ് കയറി. സോറി. പേടികൊണ്ട് പെട്ടെന്ന് കയറി പറഞ്ഞതും അതുവരെ അവനിൽ എവിടെയോ ബാക്കിയുണ്ടായിരുന്ന ചിരി മാറി അവിടെ പിന്നെയും ദേഷ്യം മാത്രമായി. സോറി എന്ന് പറയുമ്പോൾ അവൾ അറിയാതെ ചെയ്തു പോയതാന്ന്, അതായത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല ചെയ്തതെന്ന്. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും വംശി പിന്നെയും ക്രൂരനായി. അപ്പോൾ നിന്റെ മുന്നിൽ കാണുന്ന ഏതവനെയും നീ കയറി ഉമ്മ വെക്കുമോ? അലറിക്കൊണ്ട ചോദ്യത്തിനൊപ്പം തന്നെ അവന്റെ ദേഹത്തു നിന്നും അവളെ വലിച്ചെറിയുന്ന പോലെ കട്ടിലേക്ക് എറിഞ്ഞു വംശി. പക്ഷെ അവൻ തള്ളി മാറ്റിയതിനുമപ്പുറം അവൻ ചോദിച്ച ചോദ്യത്തിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു സിദ്ധി ആ നേരം. എന്താ ചോദിച്ചേ? സങ്കടത്തിനൊപ്പം തന്നെ ഇത്തവണ അവളിലുണ്ടായിരുന്നതും ദേഷ്യം മാത്രമായി. അതിനവളെ പുച്ഛിച്ച് ഒന്ന് നോക്കിക്കൊണ്ട് വംശി കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ പോയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് കട്ടിലേക്ക് തന്നെ കിടത്തി. അങ്ങനെ കാണുന്ന ഏതവനെയും കയറി ഉമ്മ വെക്കുകയും കൂടെ കിടക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പെണ്ണായിട്ടാണോ ഏട്ടൻ എന്നെ കാണുന്നത്? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവനെ പറ്റുന്ന രീതിയിലൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി അവള്. ഒന്നോ രണ്ടോ അടിയും പിച്ചും കൊണ്ടവൻ പിന്നെയുള്ള അവളുടെ തല്ലൊക്കെ കൈയും കൊണ്ട് തടയുന്നുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവളുടെ ശരീരം നോവുന്ന വിധത്തിൽ അവന്റെ പ്രവൃത്തികളൊന്നും നീങ്ങിയില്ല. ഇറങ്ങിപ്പോടി എന്റെ മുറിയിൽ നിന്ന്. അങ്ങനെ കാണുന്ന ആരെങ്കിലും ഉമ്മ വെക്കുന്ന നീ അടുത്ത എന്തെങ്കിലും പറയും മുന്നേ തന്നെ അവളുടെ ചുണ്ടുകൾ അവന്റെ ചുണ്ടുകളെ വേദനിപ്പിക്കുന്ന വിധം കടിച്ചു നുണഞ്ഞു. പ്രണയത്തിനുമപ്പുറം ദേഷ്യവും സങ്കടവും മാത്രം തീർക്കുന്ന പോലെ എന്തോ ഒന്ന്. അതിനൊപ്പം അവളുടെ കണ്ണുനീരും കൂടി ആയതും വംശി അവളെ ബലത്തിൽ പിടിച്ച് കമിഴ്ത്തി കിടത്തി. എന്നോട് സോറി പറഞ്ഞവൾ എന്തിനടി എന്നെ പിന്നെയും ഉമ്മ വെക്കുന്നത്? നിങ്ങളൊരു ദുഷ്ടനാ. നിങ്ങൾക്കറിയാം എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും. എന്നിട്ട് നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുക. അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീ എന്നോട് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു ധാത്രി? ദേഷ്യത്തിലും വാശിയത്തിലും പിന്നെയും പിന്നെയും അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൾ അവന്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ നിശബ്ദയായി. പറയടി, നീ എന്നോട് കാണിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയാണെന്ന് നീ തന്നെ പറ. മറുപടി ഏതുമേകാതെ കണ്ണു നിറച്ചവനെ നോക്കിയതും പുച്ഛത്തോടെ അവളിൽ നിന്നും കണ്ണടർത്തി മാറ്റിയവൻ. വിജേട്ടാ പ്ലീസ്. ഇറങ്ങിപ്പോടി എന്റെ കൺമുന്നിൽ നിന്ന്. ആക്രോശത്തോടെ പറഞ്ഞവനെ ഒരിക്കൽ കൂടി അവൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയതും വംശി കാറ്റുപോലെ വന്നവളെ ഇറുക്കി കെട്ടിപിടിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇനിയും എന്റെ ദേഷ്യം കൂട്ടാൻ എന്റെ മുന്നിൽ കാണരുതെന്ന്. ചോദിക്കാനൊപ്പം അവളുടെ തോളിൽ നിന്നും ടീഷർട്ട് വലതുവശത്തേക്ക് വലിച്ചു മാറ്റി അവൻ അവിടെ പല്ലുകൾ ആഴുന്ന വിധത്തിൽ തോളിൽ അമർത്തി കടിച്ചു. വേദനയിൽ നനവ് മാറാത്ത അവന്റെ മുടിയിഴകളിൽ അവൾ അമർത്തി പിടിച്ചുപോയി. കഴിഞ്ഞ ഇത്രയും നാളും ഇല്ലാത്ത വിധം ഓരോ നിമിഷവും മരിക്കാൻ തോന്നും പോലെ എന്നെ സങ്കടപ്പെടുത്തി നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ധാത്രി. അവളുടെ ചെവിക്കരികിലേക്ക് ചെന്ന് അത്രയും ചെറിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടവൻ പെണ്ണിന്റെ തോളിൽ നിന്നും ഊർന്ന ടീഷർട്ടിന്റെ പിന്നെയും വലിച്ചു താഴേക്കാക്കി അവളുടെ മാറ് വെളിവാകുന്നിടത്തേക്ക് അതുപോലെ തന്നെ പിന്നെയും അമർത്തി കടിച്ചു. പിച്ചേട്ടാ. വേദനയോടെ അവളുടെ ശബ്ദമുയർന്നതും വംശി ആ കണ്ണിലേക്ക് മാത്രം നോക്കി. എനിക്ക് നോവുന്നു. ഇരുമിഴികളും നിറച്ച് പെണ്ണ് പറഞ്ഞതും അവളെ മൊത്തത്തിൽ അമർത്തി കെട്ടിപ്പിടിച്ചു വംശി.
നിന്നെ വീണ്ടും വീണ്ടും നോവിക്കാനാണ് എനിക്ക് തോന്നുന്നത് ധാത്രി. അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി പറയുന്നതിന്റെ പുറം ഭാഗത്തൂടെ അവളുടെ വിരലുകൾ ഓടി. എന്നെ നോവിച്ചാൽ സന്തോഷം കിട്ടുമെങ്കിൽ ഇനിയും നോവിച്ചോളൂ. പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. വേഗത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ അവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി. നെറുകയിൽ നിന്നും തുടങ്ങിയ ചുംബനം കണ്ണുകളെയും മൂക്കിനെയും കവിളുകളെയും താണ്ടി ചുണ്ടുകളിൽ കണ്ണുനീരിനൊപ്പം ചേർന്നലിഞ്ഞു. കുറച്ചു മുന്നേ അവന്റെ പല്ലുകൾ വീഴ്ത്തിയ പാടുകളിൽ ചുണ്ടുകൾ പിന്നെയും പിന്നെയും തേനായി മാറി. ഇടുപ്പിൽ അമർന്ന വിരലുകൾ എപ്പോഴാണെന്നറിയില്ല വഴിതെറ്റി മുന്നിലും പിന്നിലുമെല്ലാം ഒരുപോലെ സഞ്ചാരം തുടങ്ങിയത്. പെണ്ണൊന്ന് പിടഞ്ഞു. അവളുടെ ആ പിടപ്പിനെ അവൻ അവന്റെ മേൽക്കരത്തിൽ അവനിലേക്ക് തന്നെ ചേർത്തു പിടിച്ചു. അല്പം മുന്നേ വലിച്ചു താഴ്ത്തിയ ടീഷർട്ട് അവൻ വല്ലാതെ ഉയർത്തി. എപ്പോഴൊക്കെയോ പാതി മറിഞ്ഞ ചന്ദ്രക്കല പോലെ കണ്ടിരുന്ന അവളുടെ അണിവയറിൽ അവന്റെ ഉറച്ച കൈകൾ അമർത്തിപ്പിടിച്ചു. പെണ്ണ് വിരലിൽ ഉയർന്നു പൊങ്ങിയതും അവൻ അവളുടെ മുഖം താഴ്ത്തി അവിടെയൊന്ന് മെല്ലെ കടിച്ചു. മിന്നൽ പിണർ പോലെ എന്തോ വന്നവളെ ആകെ മൂടി. വല്ലാത്തൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു രണ്ടുപേരും. അതാകും അല്പം മുന്നേ വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നവളെ അന്നുവരെ അറിയാത്ത മറ്റൊരു പിടപ്പിലേക്ക് അവൻ വഴിതെറ്റി കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയത്. പ്രണയത്തിനും അപ്പുറം ദേഷ്യവും വാശിയും സങ്കടവും ഒക്കെ നിറഞ്ഞൊരു പിണക്കമായിരുന്നു തോന്നുന്നു അവനിൽ അധികവും. അതുകൊണ്ട് തന്നെ അവളെ തഴുകിത്തലോടി അടുപ്പിക്കുന്നതിന് പകരം അമർത്തിപ്പിടിച്ചും നുണഞ്ഞുമൊക്കെ വേദനിപ്പിച്ചവൻ എന്നിട്ട് ആ ശരീരത്തെ ആകെ തന്റെ ഉള്ളിലാക്കി ഉലച്ചു വെച്ചു. ഓരോ തവണയും ശരീരം മുറുകുമ്പോൾ അവൾ പിടഞ്ഞു. അവനിലെ പിടുത്തം മുറുകി. അവളുടെ ആ പിടുത്തം മുറുകും തോറും പല്ല് തൊട്ടിടമെല്ലാം നോവാൽ തഴുകിയും അമർത്തി ചുംബിച്ചും അവൻ പെണ്ണിനെ വല്ലാത്തൊരവസ്ഥയിലാക്കി. ഇടയ്ക്ക് എപ്പോഴോ വിവശയായി കിടന്നവളുടെ അണിവേറിനെ ഞെരിക്കുന്ന കൈ മെല്ലെ മുകളിലേക്ക് കയറി മാറിൽ തൊട്ടതും പെണ്ണ് വിറച്ചുപോയി. ഇച്ചേട്ടാ! അവന്റെ കയ്യിൽ തടയാനെന്ന പോലെ പിടുത്തമിട്ടതും അടുത്ത നിമിഷം അവളുടെ ടീഷർട്ട് അവൻ വലിച്ചൂരി സൈഡിലേക്ക് എറിഞ്ഞു. പെണ്ണ് ഞെട്ടിപ്പോയി. തന്റെ ശരീരത്തിൽ ആകെ പടർന്നു കിടന്നവനെ ഒരൊറ്റ തള്ളില് നീക്കിയിട്ടവൾ കമിഴ്ന്നു കിടന്നു. അടുത്ത് കിടക്കുന്നവളുടെ ശരീരം ഉലയുന്ന കണ്ടാണ് അവളുടെ തോൾഭാഗത്തേക്ക് അവൻ താടി കുത്തി നിന്നത്. പിൻഭാഗത്തെ ബന്ധനം അഴിച്ചുമാറ്റി അവിടേക്ക് തന്റെ ശരീരത്തെ ഒരു മറ പോലെ കയറ്റി കിടത്തിക്കൊണ്ട് അവൻ ആ കാതിൽ അമർത്തി ചുംബിച്ചു. പേടിച്ചുപോയോ? ആ കുഞ്ഞു ശരീരത്തെ തനിക്ക് നേരെ തിരിച്ചു കിടത്തുമ്പോൾ അവൾ കണ്ണുകളടച്ച് ഇരു കൈകളും കൊണ്ട് തന്നെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെണ്ണിന്റെ രൂപവും ഭാവവും ഒക്കെ മോഹമുണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ തങ്ങി നിന്നത് മിഴികൾ അടച്ചു കിടക്കുമ്പോഴും ഇരുഭാഗത്തുകൂടി ഒഴുകിയിറങ്ങുന്ന കണ്ണുകളിലായിരുന്നു. അവൻ സൈഡിൽ കിടന്ന ടീഷർട്ട് എടുത്ത് അവളുടെ ദേഹത്തെ പൊതിഞ്ഞ് അതും കൂടി ചേർത്ത് പിടിച്ച് അവളെ കെട്ടിപ്പിടിച്ചു. നിന്നുള്ളിലുള്ളതെല്ലാം എന്റെ മാത്രമാണ് ധാത്രി. അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി പറയുമ്പോൾ അവനിൽ അത്രയും അധികാരം മാത്രമായിരുന്നു. കുറെ നേരം അവന്റെ കൈക്കുള്ളിൽ അവൾ അതേ കിടപ്പ് കിടന്നു. സമയം പോകെ പോകെ മനസ്സിലായി അവൻ ഉറങ്ങിയെന്ന്. തന്റെ ശരീരത്തെ ആകെ മറിച്ചവനെ വളരെ മെല്ലെ ഒരു സൈഡിലേക്ക് ചരിച്ചു കിടത്തിയവൾ. അവന്റെ ഉറക്കം അല്പം പോലും മുറിയാതെ അവൾ എഴുന്നേറ്റ് ടീഷർട്ട് ഇട്ടു. പിന്നെയും ബാത്റൂമിലേക്ക് പോയി ഒരിക്കൽ കൂടെ ഫ്രഷായി വന്നു. മേല് കഴുകുമ്പോൾ പലയിടവും നീറി. വാശിയിൽ അവന്റെ പല്ലുകൾ തീർത്ത പാടുകളിലൊക്കെ വെറുതെ ഒന്ന് തഴുകിപ്പോയി. ഓരോ തവണയും തന്നെ വേദനിപ്പിക്കണമെന്ന രീതിയിൽ തൊടുമ്പോൾ പോലും 1000 ചുംബനം കൊണ്ട് അവന്റെ സ്നേഹം തന്നെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവന്റെ ഭ്രാന്തിനെ ആ നിമിഷം അവള് വല്ലാതെ പ്രണയിച്ചുപോയി. നിന്നെ ഞാൻ വേദനിപ്പിക്കുമെന്ന് പറഞ്ഞ് തന്നെ തൊടുമ്പോൾ പോലും തന്റെ ഒരൊറ്റ പിടിയിൽ അവളുടെ നാവിനാൽ തഴുകി ചുംബനം കൊണ്ട് മൂടുന്നവനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ദേഷ്യം വരുമ്പോൾ സ്വയം വേദനിച്ച് ദേഷ്യം തീർക്കുന്നവന് തന്നോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും തന്നെ അങ്ങനെ വേദനിപ്പിക്കാനാവില്ല എന്ന് മനസ്സിലായ നിമിഷങ്ങൾ. അല്പം മുന്നേ കണ്ണു നിറഞ്ഞവളുടെ മുഖത്ത് അവനെ ഓർത്ത് വല്ലാത്തൊരു പുഞ്ചിരി നിറഞ്ഞു. പുറത്തേക്കിറങ്ങി പിന്നെയും അവൾ ആ മുറിയിലേക്ക് തന്നെ പോയി. ഇടയിൽ കൈവച്ച് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ തനിക്ക് പറ്റും പോലെ ആ മുറിയെ ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് പുറത്തേക്കിറങ്ങി. വല്ലാതെ വിശക്കുന്നുണ്ട്. ആഹാരത്തിന്റെ കവറുകൾ കാണെ അതൊന്നുകൂടി കൂടി. അവൻ ഒപ്പം കഴിക്കാമെന്ന് ചിന്തിച്ച് നേരെ പോയത് കിച്ചണിലേക്കാണ്. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഗ്യാസ് ഓൺ ചെയ്ത് കോഫിക്ക് വെക്കുമ്പോൾ കേട്ടു മുറിയിൽ നിന്നും ശബ്ദം. അത് ഓഫ് ചെയ്ത് നേരെ മുറിയിലേക്ക് ഓടി. നോക്കുമ്പോൾ തലയും കുമ്പിട്ട് ഇരിപ്പുണ്ട് അവിടെ ഒരാൾ. പിടുത്തത്തിൽ നിന്ന് തന്നെ അറിയാം
നല്ല തലവേദനയുണ്ടെന്ന്. തിരികെ പോയി കയ്യിൽ കോഫിയുമായി മുറിയിലേക്ക് ചെന്നു. അടുത്തു വന്നിരിക്കുന്നവളെ അവൻ അറിഞ്ഞെങ്കിലും മുഖമുയർത്തി നോക്കിയില്ല. ഇത് കുടിക്ക്, തലവേദന മാറും. ദേഷ്യത്തിൽ ഒരു നോട്ടമായിരുന്നു മറുപടിയായി കിട്ടിയത്. എന്തോ അത് കണ്ടപ്പോൾ പഴയപോലെ പേടിയൊന്നും തോന്നിയില്ല. അതാകും കയ്യിലിരുന്ന കോഫി സൈഡിലേക്ക് വെച്ച് അവന്റെ അഴിഞ്ഞു കിടന്ന മുടിയിഴകളെ ചെവിക്ക് പിന്നിലേക്കാക്കി നെറുകയിൽ അമർത്തി ചുംബിച്ചത്. അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതുപോലൊരു ഞെട്ടൽ അവന്റെ കണ്ണുകളിൽ കണ്ടതും അവൾ അവിടെയും ചുണ്ടുകൾ ചേർത്തു. പോയി ഫ്രഷ് ആയിട്ട് വാ, അല്ലെങ്കിൽ കോഫി കുടിച്ചിട്ട് ഫ്രഷ് ആയാൽ മതി. ഇത്തവണ അവനെ അനുസരിക്കാൻ വയ്യെന്ന പോലെ അവൻ എഴുന്നേറ്റു. ഒപ്പം ഒരു കൈകൊണ്ട് നെറുകയിൽ അമർത്തി പിടിക്കുന്ന കണ്ടതും അവൾ എഴുന്നേറ്റ് ആ കൈയിലേക്ക് കോഫി വെച്ചു കൊടുത്തു. ഇത് കുടിച്ചിട്ട് പൊക്കോ. പെണ്ണിനെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അതിൽ നിന്നും 3-4 സിപ്പെടുത്തതും അറിയാതെ അവൻ അത്രയും പുറത്തേക്ക് ഛർദ്ദിച്ചുപോയി. അത് കണ്ടതും സിദ്ധി വല്ലാതെ പേടിച്ചുപോയി. വിച്ചേട്ടാ, അവനെ പിടിച്ച കൈ തട്ടിമാറ്റി നേരെ അവൻ ബാത്റൂമിലേക്കാണ് പാഞ്ഞത്. അവിടെയും ഒരുപാട് ഛർദ്ദിച്ചു. ഓരോ തവണയും അവന്റെ പേര് ചൊല്ലി വിളിക്കുമ്പോഴും ആ പെണ്ണ് ആർത്ത് കരയുകയായിരുന്നു. ഒടുവിൽ വയറ്റിലുണ്ടായിരുന്ന അത്രയും ഛർദ്ദിച്ചു പോയതും അവൻ ഇരു കൈകളും ഊന്നി തല താഴ്ത്തി കുറച്ചുനേരം നിന്നപ്പോഴാണ് ഒരു കൈക്കുമ്പിൾ വെള്ളം അവന്റെ വായ്ക്കടുത്തേക്ക് വന്നത്. കരഞ്ഞു കരഞ്ഞ് ആകെ വല്ലാത്തൊരു പരുവത്തിൽ നിൽക്കുന്നവളെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന മുഖം മാറി വംശിയുടെ ചുണ്ടൊന്ന് വിടർന്നു. ഒപ്പം മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ഉണർന്നു. അവൾ തന്നെയാണ് അവന്റെ വാ കഴിച്ചതും മുഖം കഴുകിയതുമെല്ലാം. തനിയെ ഫ്രഷായിട്ട് പുറത്തേക്ക് വന്നുകൊള്ളാം എന്നൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ തന്നെ കുളിപ്പിച്ചിട്ടും കൂടിയേ പുറത്തിറങ്ങുവല്ലായിരുന്നുവെന്ന് ഷവറിന് കീഴിൽ നിന്ന് ഓർക്കുമ്പോൾ അവന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം തിക്കുമുട്ടി പുറത്തേക്ക് വരാൻ വെമ്പി നിൽക്കുകയായിരുന്നു. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യെങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കഥകളുമായിട്ട് എനിക്ക് വരാൻ കഴിയൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണേ. നന്ദി.